അസ്സലാമു അലൈക്കും പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് എത്ര രാജ്യത്തിലേക്ക് വിസ ഇല്ലാതെ പോകുക എന്നുള്ളത് നമുക്ക് ജെമിനിയോട് ചോദിച്ചു നോക്കാം. ജെമിനി നമുക്ക് വളരെ കൃത്യമായി പറഞ്ഞു തരുമെന്ന് വിചാരിക്കുന്നു. ജെമിനിയോട് ഞാൻ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് നിലവിൽ 2026 കണക്കനുസരിച്ച് ഏകദേശം 60-ൽ-അധികം രാജ്യങ്ങളിലേക്ക് മുൻകൂട്ടി വിസ എടുക്കാതെ യാത്ര ചെയ്യാൻ സാധിക്കും. 60 രാജ്യം. ഇതിൽ വിസ ഫ്രീ രാജ്യങ്ങളും അവിടെ ചെന്നിറങ്ങിയ ശേഷം ലഭിക്കുന്ന വിസ ഓൺ അറൈവൽ സൗകര്യമുള്ള രാജ്യങ്ങളും ഉൾപ്പെടുന്നു. പ്രധാനപ്പെട്ട ചില രാജ്യങ്ങൾ താഴെ നൽകുന്നു. ഏഷ്യൻ രാജ്യങ്ങൾ. തായ്ലൻഡ് വിനോദസഞ്ചാരികൾക്കായി പലപ്പോഴും വിസ ഇളവുകൾ നൽകാറുണ്ട്. മലേഷ്യ ഇന്ത്യൻ പൗരന്മാർക്ക് നിലവിൽ വിസയില്ലാതെ പ്രവേശനം അനുവദിക്കുന്നു. ശ്രീലങ്ക വിസ ഫ്രീ സൗകര്യം ലഭ്യമാണ്. നേപ്പാൾ, ഭൂട്ടാൻ ഇന്ത്യൻ പൗരന്മാർക്ക് പാസ്പോർട്ട് പോലും ഇല്ലാതെ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചു പോകാം. മാലദ്വീപ് വിസ ഓൺ അറൈവൽ സൗകര്യം. ഇന്തോനേഷ്യ, വിയറ്റ്നാം ടൂറിസ്റ്റ് ആവശ്യങ്ങൾക്കായി എളുപ്പത്തിൽ പ്രവേശിക്കാം. ആഫ്രിക്കൻ രാജ്യങ്ങൾ. കെനിയ, മൗറീഷ്യസ്, സീഷെൽസ്, സിംബാബ്വെ, എത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ വിസ ഓൺ അറൈവൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ (ETA) സൗകര്യമുണ്ട്. മറ്റ് പ്രധാന രാജ്യങ്ങൾ. ഖത്തർ മുൻകൂട്ടി വിസ ആവശ്യമില്ല. ഫിജി, ഡൊമിനിക്ക, ഹെയ്തി, മൗറീഷ്യസ് വിസ ഇല്ലാതെ പ്രവേശനം സാധ്യമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1. കാലാവധി. മിക്ക രാജ്യങ്ങളിലും 30 മുതൽ 90 ദിവസം വരെ മാത്രമേ വിസയില്ലാതെ താമസിക്കാൻ അനുവാദമുള്ളൂ. 2. നയങ്ങളിലെ മാറ്റം. ഓരോ രാജ്യവും അവരുടെ വിസ നിയമങ്ങളിൽ ഇടയ്ക്കിടെ മാറ്റങ്ങൾ വരുത്താറുണ്ട്. അതിനാൽ യാത്ര തിരിക്കുന്നതിന് മുൻപ് ആ രാജ്യത്തിന്റെ എംബസി വെബ്സൈറ്റ് പരിശോധിച്ച് നിലവിലെ നിയമം ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. 3. രേഖകൾ. വിസ വേണ്ടെങ്കിലും മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റ്, റിട്ടേൺ ടിക്കറ്റ്, താമസിക്കാനുള്ള ഹോട്ടൽ ബുക്കിംഗ് രേഖകൾ ആവശ്യത്തിന് കയ്യിൽ കരുതേണ്ടി വരും. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും പ്രത്യേക രാജ്യം സന്ദർശിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഈ 60 രാജ്യത്തിലേക്ക് ഫ്രീ ആയി പോകാൻ എത്ര കാലമായിട്ട് നിയമങ്ങൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്? അതായത് നമുക്കിത് അറിയണമല്ലോ, ഏത് കാലം മുതലാണ് ഈ 60 രാജ്യത്തേക്ക് പോകാൻ വിസയില്ലാതെ കഴിഞ്ഞു എന്നുള്ളത്. ഇന്ത്യൻ പാസ്പോർട്ടിന് ഇത്രയധികം രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ അല്ലെങ്കിൽ വിസ ഓൺ അറൈവൽ വഴി പ്രവേശനം ലഭിക്കുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായ മാറ്റമല്ല. കഴിഞ്ഞ 10 വർഷത്തിനിടെയാണ് ഇതിൽ വലിയ പുരോഗതി ഉണ്ടായത്. ഇതിന്റെ പ്രധാന ഘട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. 2014 മുതൽ 2016 വരെ കാലഘട്ടം. അന്ന് ഏകദേശം 40 മുതൽ 50 വരെ രാജ്യങ്ങളിലേക്ക് മാത്രമായിരുന്നു ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് വിസ ഇല്ലാതെ പോകാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെട്ടതോടെ ഈ എണ്ണം കൂടി തുടങ്ങി. 2017 മുതൽ 2018 വരെ ഖത്തർ, ഇന്തോനേഷ്യ, റുവാണ്ട തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യക്കാർക്ക് വിസ ഇളവുകൾ നൽകിയത് ഈ സമയത്താണ്. 2023 മുതൽ 2024 വരെ ഏറ്റവും വലിയ മാറ്റം. ഈ വർഷങ്ങളിലാണ് ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ വിസ ഫ്രീ സൗകര്യങ്ങൾ ലഭിച്ചത്. ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി തായ്ലൻഡ്, മലേഷ്യ, ശ്രീലങ്ക, വിയറ്റ്നാം, കെനിയ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യക്കാർക്ക് വിസയില്ലാതെ വരാമെന്ന പ്രഖ്യാപനം നടത്തിയത് ഈ കാലയളവിലാണ്. നിലവിൽ 2026 ലോകത്തെ പാസ്പോർട്ടുകളുടെ കരുത്ത് അളക്കുന്ന ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് മെച്ചപ്പെടുകയും ഇപ്പോൾ 60-ൽ-അധികം രാജ്യങ്ങളിലേക്ക് വിസ ഓൺ അറൈവൽ ഉൾപ്പെടെ മുൻകൂട്ടി വിസയില്ലാതെ പോകാനുള്ള സൗകര്യം നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിലാണ് ഇതിൽ വലിയൊരു കുതിച്ചുചാട്ടമുണ്ടായത്. ഇന്ത്യയുടെ ആഗോളതലത്തിലുള്ള സ്വാധീനവും ടൂറിസം മേഖലയിലെ വളർച്ചയും കണക്കിലെടുത്താണ് പല രാജ്യങ്ങളും ഇപ്പോൾ ഇത്തരം ഇളവുകൾ നൽകുന്നത്. യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മിക്കവാറും രാജ്യങ്ങളിൽ ഈ സൗകര്യം വിനോദസഞ്ചാരത്തിന്, ടൂറിസം മാത്രമാണെന്നും നിശ്ചിത ദിവസത്തേക്ക് മാത്രമേ വിസയില്ലാതെ താമസിക്കാൻ കഴിയൂ എന്നും ഓർക്കുക. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് 60 രാജ്യത്തിലേക്ക് ഫ്രീ ആയി പോകാം. അപ്പോൾ നമുക്കൊക്കെ അവിടെ പോയിട്ട് സന്തോഷമായി നിൽക്കാം, ഹാപ്പി ആയിട്ട് നിൽക്കാം. പക്ഷേ അവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റിലൂടെ പറയുക. കാരണം ഇന്ന് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന പല രീതിയിലുള്ള കലാപങ്ങളും പിടിച്ചു നിർത്താൻ സർക്കാരിന് തന്നെ കഴിയുന്നില്ല. എന്തായാലും അതിനെക്കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിലൂടെ പറയുക.